ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ സെക്ഷുവാലിറ്റിയെ പറ്റി ഒരു കാര്യം പറഞ്ഞിരുന്നു. അതിനെപ്പറ്റി ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ദൈവാനുഭവത്തേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു എക്സാമ്പിൾ ഞാനത് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്കിതിനെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടായിരിക്കാൻ വേണ്ടി. ഒരു കപ്പിൾ, ഭാര്യയും ഭർത്താവും, അവർക്ക് അതിലൊരാൾക്കോ രണ്ടു പേർക്കോ അവരുടെ ശാരീരികമായ കാര്യങ്ങളിൽ ഒരു പ്രയാസം ഉണ്ടെന്നിരിക്കട്ടെ. ഉദാഹരണമായിട്ട് എറക്ടൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ വജൈനിസ്മസ് എന്ന് പറയുന്ന ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ നോർമലായിട്ട് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ കൺസൾട്ടൻറ്റിൻ്റെ അടുത്തോ ഒക്കെ പോയാൽ അവർ ചികിത്സ നിർദ്ദേശിക്കും. പക്ഷേ ഇതിന് ഒരു എളുപ്പമുള്ള പരിഹാരം ഞാൻ പറയാം. ഈ രണ്ട് പാർട്ട്നേഴ്സിനെ തമ്മിൽ മാറ്റിയാൽ ഇതിന് പകരം വേറെ രണ്ട് പാർട്ട്നേഴ്സിനെ ഇവർക്ക് രണ്ടുപേർക്കും കൊടുത്താൽ ഈ പ്രശ്നം പെട്ടെന്ന് സോൾവ് ചെയ്യാം. വേറെ ചികിത്സയുടെ ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഉദാഹരണം, ഞാനും സുഷ്മയാണ് ചികിത്സയ്ക്ക് പോകുന്നതെങ്കിൽ ഇപ്പം ഞാൻ മറ്റൊരു പാർട്ട്ണറെ സ്വീകരിക്കുക, സുഷ്മ മറ്റൊരു പാർട്ട്ണറെ സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ അസുഖം പൂർണ്ണമായിട്ടും അന്നേരം മാറുകയാണ്. വേറൊരു പരിഹാരവും വേണ്ട. പക്ഷേ ലോകം അങ്ങനെ ചെയ്യത്തില്ല. ഇന്ന് നിങ്ങൾ അവിടെ പോയാലും അവരെന്ത് ചെയ്യും? നിങ്ങളെ ചികിത്സിക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേണ്ട ഉപദേശങ്ങൾ തരും, മരുന്ന് വേണമെങ്കിൽ മരുന്ന് തരുകയൊക്കെ ചെയ്യും. ഇനി ഈ സന്ദർഭത്തിൽ തന്നെ ഞങ്ങളെ തന്നെ എടുത്തു. ഞാൻ ഒരു സുപ്രഭാതത്തെ പറയുകയാണ്, ഞാനൊരു പുരുഷനെ വിവാഹം ചെയ്യുകയാണ്. ഈ സമയത്ത് ലോകം എന്താ ചെയ്യാൻ പോകുന്നത്? ലോകം എന്നെ സപ്പോർട്ട് ചെയ്യും. ലോകം അന്നേരം എന്നെ ചികിത്സിക്കാൻ നിൽക്കുമോ? അവർ പറയും ഇവൻ്റെ ജന്മപൊട്ടേ ഉണ്ടായിരുന്നു, പക്ഷെ അവൻ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. ഞാൻ പറഞ്ഞത് ശരിയാണോ? ലോകം ഇന്ന് ഇതാ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ആ ഇരട്ടത്താപ്പ് മനസ്സിലായോ? ഒരേ പ്രശ്നമാണ്, പക്ഷേ അവർക്ക് വേണ്ട സ്ഥലത്ത് അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ ചികിത്സിക്കും. അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അവർ ചികിത്സിക്കാതെ അവരുടെ ന്യായം പറയും. അതുകൊണ്ട് തന്നെ എല്ലാ കാലവും ഇന്നുവരെ ഞാൻ വിശ്വസിക്കുന്നത് ഇത് ജന്മന ആർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമല്ല, ഒരു സമയത്തുണ്ടാകുന്ന ചില മാനസികമായ ചില പ്രശ്നങ്ങളാണ്. ഇത് ചികിത്സിച്ചാൽ ഏതൊരാളെയും ഒരു സാധാരണ വ്യക്തിയാക്കി എടുക്കാൻ പറ്റത്തില്ല എന്ന് എന്നെങ്കിലും മനുഷ്യൻ പറയുന്നുണ്ടെങ്കിൽ ഈ വചനം തെറ്റാന്ന് നമ്മൾ പറയേണ്ടി വരും. ദൈവം സൃഷ്ടിച്ചത് എങ്ങനെയാണ് മനുഷ്യനെ? ഒരു സംശയം. കാര്യം നമ്മൾ ഇതിന് വിരോധമായിട്ട് എപ്പോഴെങ്കിലും പറഞ്ഞാൽ ഇതിനെ കോൺട്രഡിക്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഇതിന് വിരോധമായി സംസാരിക്കുകയാണെന്ന് ഓർക്കണം. അതുകൊണ്ടാണ് ഈ ശാസ്ത്രം വിശ്വസിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ട്. ഇത് അവർക്ക് തെളിയിക്കാൻ ഒരു കാലവും കഴിയത്തില്ല. അവർ ഞാൻ പറയും, എനിക്ക് നിങ്ങൾ 1000-ഓ 10,000-ഓ കുട്ടികളെ എൻ്റെ മുമ്പിൽ കൊടുത്താൽ ഞാൻ അവരെ പ്രായപൂർത്തിയാകുന്നവരെ വളർത്തി അവരെ മുഴുവൻ പേരെയും നോർമലാക്കി തിരിച്ചു തരാം. എൻ്റെ വാദമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗം നിങ്ങൾ തെളിയിച്ചു കാണിക്കും. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ആ ഇരട്ടത്താപ്പെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. കാര്യം നിങ്ങൾ ഈ ഒരു തെറ്റായ ചോയ്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ലോകത്തിനറിയാം നിങ്ങൾ ഇതിന് വിരോധമായിട്ട് പോവുകയാണ്. അവർക്ക് സന്തോഷം, അവർ പ്രൊമോട്ട് ചെയ്യും. നിങ്ങൾ ആ കുരുക്കിലാകുന്നവരെ അവർ വേണ്ടെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതുവരെ അവർ തന്നുകൊണ്ടിരിക്കും. ഇതാണ് ഈ ലോകത്തിൻ്റെ ഗതി. ദൈവത്തിന് സ്വാഗതം. ഞാനിന്ന് രണ്ട് വ്യത്യസ്തമായ വചനഭാഗങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ഞാനത് രണ്ട് തയ്യാറാക്കിയിട്ടുമുണ്ട്. എൻ്റെ കാരണം, ഞാൻ ഇന്നലെ വരെ വിവിധ കാര്യങ്ങൾ ചിന്തിച്ച് ഒരു വചനഭാഗം തിരഞ്ഞെടുത്തു. പക്ഷേ വളരെ താമസിച്ചു. എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു വെളുക്കാറായി കാണും. ആ സമയത്ത് വ്യത്യസ്തമായ ഒരു രീതിയിലൂടെ അല്ലെങ്കിൽ ചിന്തയിലൂടെ കടന്നു പോകാനിടയായി. ഞാനിത് രണ്ടും പറയാമെന്ന് ആഗ്രഹിക്കുക. അധികം സമയം എടുക്കാതെ തന്നെ രണ്ടും ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഇപ്പോൾ ജോസ് സംസാരിച്ച വിഷയവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വിഷയം കടന്നു വന്നതെന്ന് പറഞ്ഞാൽ അത് രണ്ടാമത് എൻ്റെ ചിന്തയിൽ വന്ന എനിക്ക് ദൈവം തന്ന ഒരു വചനഭാഗമാണ്. അതുകൊണ്ട് അതായിരിക്കും കുറച്ചുകൂടെ ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാലും ഞാൻ മറ്റേ വാക്യം പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് തിരിച്ചു വരാം.
നമ്മൾ സാധാരണ പറയുന്ന ഒരു വാക്യം, ആ വാക്യത്തിൽ എത്തുന്നതിന് മുമ്പ് 2 പത്രോസ് 3:13 ഒന്ന് വായിക്കും. എന്നാൽ നാം അവന്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. മതി. ഇതെന്തോ പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് തോന്നുമായിരിക്കും, എന്നാൽ ഇത്രയും കാര്യം ഓർത്താൽ മതി. നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നീതി മാത്രമുള്ള സംഗതിക്കായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു. ഇത് കാത്തിരിക്കുമ്പം 2 പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ 2 വസ്തുത നമുക്കുണ്ട്. 3:13 കിട്ടിയോ? നമ്മൾ എപ്പോഴും നീതി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. നമ്മുടെ ചുറ്റും നടക്കുന്നതെല്ലാം നീതിയോടെ നടക്കണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും. അല്ലേ? നീതിയുള്ള ഒരു സ്ഥലത്തേക്ക് പോകാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നീതിയുള്ളവരായിരിക്കും. ഒരു 50 പേര് നിൽക്കുന്ന ക്യൂവിൻ്റെ ഇടയ്ക്ക് കയറാൻ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? കയറാതെ പുറകെ വന്ന് നിൽക്കും. ശരിയല്ലേ? മറ്റെടുത്ത് കളയേണ്ടി വരും ആ വാക്യം. നമ്മളെ പ്രതീക്ഷകളുടെ ഒരു പ്രശ്നം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇനി ആ നീതിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഞാൻ അടുത്തൊരു വാക്യത്തിലേക്ക് വരിക. നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വാക്യം, ഗലാത്യർ 3:27-28. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനുമെന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണുമെന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. ഇതിന്റെ ആദ്യത്തെ ഒരു പ്രശ്നം ഞാൻ പറയാം. ഇതിനകത്ത് ജാതി പറഞ്ഞിട്ടുണ്ട്, സോഷ്യൽ ലെവല് പറഞ്ഞിട്ടുണ്ട്. അതാണ് യഹൂദനും യവനോ എന്ന് പറഞ്ഞാൽ ജാതിയെക്കുറിച്ചാണ്. സോഷ്യൽ ലെവലാണ് ദാസനും സ്വതന്ത്രനും. അടുത്തത് ജെൻഡറാണ്. ഇതൊന്നും ദൈവത്തിൻ്റെ മുമ്പിലില്ല. പക്ഷെ നമ്മളിത് പരിഗണിക്കുന്ന ഒരുപാട് സംഗതിയുണ്ട് കേട്ടോ. വളരെ പ്രയാസമുള്ള സംഗതിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഉദാഹരണത്തിന് ജാതി ഒന്ന് എടുക്കുക. ഞാൻ ജാതി പറയുന്നൊരു കൂട്ടത്തിലല്ല, എന്നാലും തൽക്കാലം മനസ്സിലാവാൻ വേണ്ടി പറയുക. നമ്മൾ ദൈവസഭയിൽ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പം നമ്മൾ പറയുക, ഇവിടെ ആ ജാതിയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞാൻ തൽക്കാലം ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. മുക്കുവന്മാരായിട്ടുള്ള സഹോദരങ്ങളെല്ലാം മുന്നോട്ട് കടന്നു വരാൻ നമ്മൾ പറയുക. എവിടെയെങ്കിലും കൺവെൻഷൻ ആണെങ്കിൽ പോലും പറയത്തില്ല. പക്ഷെ നമ്മൾ സഹോദരന്മാരും മുമ്പോട്ട് വരാൻ പറയൂല്ലേ? ഇതിൻ്റെ ആ ഒരു പ്രശ്നം മനസ്സിലാവുന്നുണ്ടോ? ഇതിനി എങ്ങനെ പറയാതിരിക്കുമെന്ന് ചോദിച്ചാൽ അത്ര എളുപ്പമല്ല. അതുപോലെ മേശന്മാരായിട്ട് ജോലി ചെയ്യുന്ന സഹോദരന്മാരെല്ലാം മുമ്പോട്ട് വരാൻ പറയത്തില്ല. സോഷ്യൽ സെക്ടർ നമ്മൾ ഉപയോഗിക്കത്തില്ല. പക്ഷെ മറ്റേ നമ്മളിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഒന്നുകിൽ ഈ വാക്യം നിങ്ങൾ എടുത്ത് കളയേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ മാറേണ്ടി വരും. ഇനി ഇതിൻ്റെ നമ്മൾ പറഞ്ഞ വിഷയമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ, നമുക്കിതിനകത്ത് നീതി വേണ്ട ഒരു സംഗതിയാണ്. ഈ വാക്യം വായിക്കുന്ന സഹോദരങ്ങളിൽ ഒരുപാട് പേര് പറഞ്ഞു, വീട്ടിൽ വഴക്കുണ്ടാകുമ്പോൾ ഭാര്യയെടുത്ത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നീ വെറും, നിങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലേ? നിങ്ങൾ പോലും കേട്ടിട്ടില്ല അല്ലേ? നീ വെറും, അവർ കേട്ടിട്ടുണ്ട്. പക്ഷെ സഹോദരന്മാരും കേട്ടിട്ടില്ല. എങ്ങനെ അവർ കേട്ടെന്ന് എനിക്ക് മനസ്സിലാകും. നമ്മുടെ നീതിബോധം ആരംഭിക്കേണ്ട സ്ഥലമാണ്. പണ്ടുള്ള ആൾക്കാർക്ക് ഈ ആൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി പ്രിയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം തിരിച്ചു വരുക കേട്ടോ. ബോധമുള്ളവരാണെങ്കിൽ തിരിച്ചു വരിക. ഇപ്പോൾ പെൺകുട്ടിയാണ് ഇനി ഉള്ള കാലത്ത് ഇച്ചിരി വിലയുള്ളത്. അത് അങ്ങനെ കരുതിയാൽ നല്ലതായിരിക്കും, അങ്ങനെ മനസ്സിലാക്കിയ. പക്ഷെ ഈ ഒരു സ്വഭാവം, ഉദാഹരണത്തിന് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാം, തമിഴ്നാട്ടിൽ നടക്കുന്ന അനാഥാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ പെൺകുട്ടികളാണുള്ളത് ഇന്നും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ആദ്യമായി ജനിക്കുന്ന പെൺകുട്ടി ആ കുടുംബത്തിന് ദോഷമാണെന്ന് വിശ്വസിക്കുന്നവരും ആ കുട്ടിയെ എങ്ങനെയെങ്കിലും ഒരു 6 മാസം ആകുന്നതിന് മുമ്പ് വക വരുത്തണമെന്ന് നിർബന്ധമുള്ളവരുമാണ്.
ഇത് സംഭവിക്കാതിരിക്കാൻ അനേകം പ്രവർത്തകരുണ്ട്. അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്കൊരു നല്ല തുകയും കൊടുത്തിട്ട് ഈ കുട്ടിയെ ഇവർ കുട്ടിയെ വാങ്ങിക്കുക ചെയ്യുന്നു. വാങ്ങിച്ച് അനാഥാലയത്തിലോട്ട് കൊണ്ടുപോയി വളർത്തുക ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ അവരെ കയ്യിൽ വിട്ട് കഴിഞ്ഞാൽ അവരിതിനെ ഏതെങ്കിലും നമുക്കറിയാം, ഒരു ചെറിയ പ്രായത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ പോലും ആ കുട്ടിക്ക് ജീവനില്ലാതാവും. അത് അവർക്ക് എളുപ്പം. അവരങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഈ അടുത്ത കാലം വരെ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു 5-6 വർഷമായി. പക്ഷേ അതിന് മുമ്പ് വരെ ഈ കാര്യം വളരെ നന്നായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അതിനെ അങ്ങനെയുള്ള കുട്ടികളെ സംരക്ഷിക്കും അങ്ങനെയുള്ള പ്രവർത്തകരും അവിടെ നടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പേർക്ക് ഇതിനകത്തൊരു വ്യവസായമാണ്. എന്ന് പറഞ്ഞാൽ ഇത് അനാഥാലയത്തിൽ എത്തിക്കാൻ വേണ്ടി ഒരു പൈസ വാങ്ങിക്കുന്നവരൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ അനാഥാലയം വ്യവസായത്തിൽ നടത്തുന്നവരുണ്ട്. നാട്ടിൽ ഈ വിദേശത്ത് നിന്ന് പണം കൊണ്ടുവന്നേച്ചാൽ അതിൻ്റെ ഒരു പകുതി ഇവിടെ ചിലവാക്കും, ബാക്കി പകുതിയോ എത്രയെന്ന് പറഞ്ഞാൽ അറിയത്തില്ല, പെർസെൻറ്റേജ് അവർ മനസ്സിൽ കണക്കാക്കുന്ന പോലെ. ചിലപ്പം വളരെ കുറഞ്ഞൊരു സംഗതി ഇവിടെ ചിലവാക്കുകയും ബാക്കി മുഴുവൻ പുള്ളിയുടെ സ്വന്തം കാര്യങ്ങളിൽ ചിലവാക്കുകയും ചെയ്യുന്നവർ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു വ്യവസായമായിട്ട് നടത്തുന്ന സംവിധാനങ്ങളുമുണ്ട്. ഈ നിലപാട് എന്തുകൊണ്ടാണ് വരുന്നത്? മനുഷ്യൻ്റെ മനസ്ഥിതി മാറാത്തത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസം വന്നിട്ട് പോലും ഈ മനസ്ഥിതി മാറിയിട്ടില്ല. വളരെ ശോചനീയമായൊരു വാർത്ത ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടു. അത് വിശ്വസിക്കാൻ ഇപ്പോഴും താല്പര്യമില്ല. അതിനകത്ത് എന്തോ ചെറിയ അപാകത ഉണ്ടെന്ന് ഞാൻ എനിക്കിപ്പോഴും തോന്നുന്നു. പെന്തക്കോസ്ത് കുടുംബത്തെക്കുറിച്ച് കേട്ടൊരു വസ്തുതയാണ്. ഈ ഒരു ജെൻഡറിനെ കുറിച്ചുള്ള ഒരു പ്രശ്നം ഞാനിപ്പോഴും ഈ കാര്യം കുട്ടികളോട് സംസാരിച്ചിട്ട് വരിക. കാര്യം ഞാനിത് പറയുന്നതിൻ്റെ കാരണം, പഴയ നിയമത്തെ അടിസ്ഥാനമാക്കി സ്ത്രീകൾക്ക് ക്രിസ്തീയ സമൂഹത്തിൽ ഒരു തരംതാണ നിലവാരമാണുള്ളത് എന്ന് പഠിപ്പിക്കുന്ന ഒരു ലോകം നമുക്ക് പുറത്തുണ്ട്. അങ്ങനെ ഇവരെ കുട്ടികളെ ധരിപ്പിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പ്രത്യേകിച്ച് അവർക്ക് വലിയ വേദപഠനമൊന്നും നടത്താത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരത് വിശ്വസിക്കാനും അവർ അതിൽ നിന്ന് പിന്മാറിപ്പോകാനും കാരണമാകും. ഇതുകൊണ്ട് തന്നെ ഈ ബോധ്യം നമ്മൾ അവരിൽ വളർത്തേണ്ടത് അത്യാവശ്യമാണ്. ഒന്നുമല്ലെങ്കിൽ വ്യവസ്ഥാപിക സഭകളല്ല, ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിങ്ങൾ കുറവുള്ളവരല്ല എന്നുള്ള ബോധ്യമെങ്കിലും നമ്മൾ പെൺകുട്ടികൾ കൊടുത്തിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ അവരെ മറ്റൊരാൾ ആരോപണങ്ങൾ പറഞ്ഞ് വഴിതെറ്റിക്കാനിടയാകരുത്. ഇനി ഇവിടുത്തെ ചെയ്തികളെല്ലാം മനുഷ്യൻ ചെയ്തു വെച്ച സംഗതികളാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ അതിന് പ്രസക്തിയില്ലെന്നും ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ അല്ല എന്നും, പ്രത്യേകിച്ച് പുതിയ നിയമ വിശ്വാസികൾക്ക് ഇതല്ല അവസ്ഥയെന്നും പഠിപ്പിക്കാൻ നമുക്ക് കഴിയണം. അത് ലോകത്തോട് പറയാനും നമുക്ക് കഴിയണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ നീതിബോധം ആണ് ഇതിൻ്റെ പ്രധാന കാരണം. നമ്മൾ നീതിബോധം ഉണ്ടാകേണ്ടത് നമ്മുടെ വീട്ടിലാണ്. അതിൻ്റെ ആദ്യത്തെ സ്ഥലത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ ഉദാഹരണത്തിൽ പറഞ്ഞ് ഞാൻ പോയതാണ്. അതിൽ കൂടുതൽ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് അതുണ്ടാകാൻ. എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലുള്ള എല്ലാ വ്യക്തികൾക്കും ദൈവസന്നിധിയിൽ ഒരേ സ്ഥാനമുണ്ടെന്നുള്ള ബോധ്യം ഓരോരുത്തരുടെ ഉള്ളിലും വേണം. വീട്ടിൽ ഓരോരുത്തർക്കും ഓരോ സ്ഥാനമൊക്കെ ഉണ്ട്. അത് വേറെ കാര്യമാണ്. അപ്പനൊരു സ്ഥാനമുണ്ട്, അമ്മയ്ക്കൊരു സ്ഥാനമുണ്ട്, ഇതെല്ലാം ഉണ്ട്. അതെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ എല്ലാ വ്യക്തികളും ആത്മാവ് സംബന്ധമായി പറഞ്ഞാൽ ദൈവം മുമ്പിൽ ഒരേ പ്രാധാന്യവും ഒരേ വിലയും ഉള്ളവരാണെന്ന് മനസ്സിലാക്കണം. ക്രിസ്തുവിൻ്റെ രക്തം കൊടുത്ത് തന്നെയാണ് സ്ത്രീയെയും വാങ്ങിച്ചത്, പുരുഷനെയും വാങ്ങിച്ചത്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവിടെ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് പോവുക. അതിനായിട്ട് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 9:22 ആദ്യമായി അതിൽ ചില വാക്യങ്ങൾ നമ്മൾ പിന്നെ വായിക്കുന്നുണ്ട്. യേശു പോകുമ്പോൾ പിറവിയിലെ അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഞാൻ പറയുന്നത്. പിറവിയിലെ കുരുടനായ മനുഷ്യനെ കണ്ടു. ശിഷ്യന്മാർ അവനെ ആദ്യം ചോദിച്ചെന്താ, ഇവൻ കുരുടനായി പിറക്കാൻ ആര് പാപം ചെയ്തു? ന്യായമായിട്ടും ഒരു ക്രിസ്തു ശിഷ്യന് ആദ്യം ഉണ്ടാകേണ്ട ചിന്ത എന്തായിരുന്നിരിക്കണം? കർത്താവ് എവനെന്ന്, ഇതാണ് ന്യായമായിട്ടും വരേണ്ടത്. അപ്പോൾ
പിന്നെ അവരെന്താ ശാസ്ത്രജ്ഞന്മാരായി. ദൈവശാസ്ത്രം പഠിച്ച കുറേ ശാസ്ത്രജ്ഞന്മാർ ഈ കാലത്തുണ്ട്. അവരതുപോലെ പെരുമാറുന്ന പലപ്പോഴും. ഒരു ശിഷ്യൻ ഉണ്ടായിരിക്കേണ്ട ആദ്യത്തെ തിരിച്ചറിവ് അതാണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ അവന് വേണ്ടത് എന്താണ്? കാഴ്ചയാണ്. അവൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്താണ്? കാഴ്ചയില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ശിഷ്യനും എന്തില്ല? കാഴ്ചയില്ല. യേശു ക്രിസ്തു അന്ധരെ സൗഖ്യമാക്കിയപ്പോൾ 3 തവണ അന്ധരെ സൗഖ്യമാക്കിയിട്ടുണ്ട്. ഒരേ രോഗം ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്തിട്ടുള്ള അന്ധതയാണ്. അവിടെ ഓരോ സമയത്തും വ്യത്യസ്തമായ രീതി. 2 തവണ തുപ്പൽ ഉപയോഗിച്ചിട്ടുണ്ട്, 1 തവണ കൈ തൊട്ട് സൗഖ്യമാക്കി. ഞാൻ മനസ്സിലാക്കുന്നത് ഈ രീതി ഒന്നായാൽ മനുഷ്യൻ ആ രീതിയുടെ പുറകെ പോകും. അതുകൊണ്ട് എന്ത് ചെയ്യാം? വ്യത്യസ്തമായ രീതി അവലംബിക്കാം. പക്ഷേ അന്ധതയിലാണ് മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടതെന്ന് യേശു കരുതി. പക്ഷേ മനുഷ്യൻ എന്ത് ശ്രദ്ധിച്ചു? മറ്റുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു. ഈ ഒരു കാര്യത്തിലുമല്ല. പിന്നെ അത് ഇതിൻ്റെ കാരണം അന്വേഷിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ റൂട്ടിലേക്ക് കട്ട് ചെയ്യാമെന്നായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അപ്പനും അമ്മയെ പാപം ചെയ്താണെങ്കിലേ അവരെ പള്ളി ഭ്രഷ്ടരാക്കിയാൽ മതിയല്ലോ, എളുപ്പം കാര്യം കഴിയുമല്ലോ. ഇനി ഈ മാതാപിതാക്കളെ ഒന്ന് പഠിച്ചു നോക്കിയാൽ, നമ്മളിപ്പോൾ വായിച്ച വാക്യവുമായിട്ട് അവരോട് ചോദിച്ചു ഇവൻ എങ്ങനെ സൗഖ്യമായെന്ന്. ഇനി ലോകത്തിൻ്റെ ചോദ്യം എന്താ? നീ എങ്ങനെ സൗഖ്യമായടാന്ന് 3-4 സ്ഥലത്ത് ചോദിച്ചിട്ടുണ്ട്. അത് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൻ്റെ ടോൺ എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഞാൻ ആ ടോൺ ഏകദേശം ചേർത്താ പറഞ്ഞു. നീ എങ്ങനെ സൗഖ്യമായി? അതിൻ്റെ അർത്ഥം എന്തുവാ? ഈ ചോദിക്കുന്നവൻ്റെ ചിന്താഗതിയിൽ യവൻ ഒരു കാലവും സൗഖ്യമാകാൻ അർഹതയില്ലാത്തവനാണെന്നാണ്. അല്ലേ? നമ്മുടെ ആൾക്കാർ പറഞ്ഞൊരു സംഗതിയുണ്ട്, എടാ അവിടുത്തെ ആ തങ്കച്ചൻ്റെ മോൻ വരെ പാസ്സായി, നിനക്ക് പാസ്സായില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്താ? തങ്കച്ചൻ്റെ മോൻ ഒരിക്കലും പാസ്സാകാൻ യോഗ്യത ഇല്ലാത്തതെന്നർത്ഥം. അതുപോലത്തെ ഒരു സംഗതിയായി ചോദിക്കുന്നത്. ഇനി മാതാപിതാക്കളിലേക്ക് വീണ്ടും വരിക. മാതാപിതാക്കള് ഈ സത്യം മറച്ചു വെച്ച എന്തുകൊണ്ടാണ്? പള്ളി ഭ്രഷ്ടരാകുമെന്ന്. അപ്പോൾ സത്യത്തിന് പള്ളിയുടെ വില പോലുമില്ല. സത്യത്തിന് പള്ളിയുടെ വില പോലുമില്ല. നമ്മുടെ നീതിബോധം എവിടെ നിൽക്കുന്നു നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മൾ എന്നിട്ട് ആഗ്രഹിക്കുന്ന എവിടെ പോകാനും? നീതി മാത്രം നടക്കുന്ന ഒരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി കച്ചയും കെട്ടിയിരിക്കുക. സത്യത്തിന് പള്ളിയുടെ വില പോലുമില്ല. ദൈവത്തിന് സ്വാഗതം. പള്ളിയല്ല നമ്മളെ രക്ഷിച്ചത്, പള്ളിയല്ല നമുക്ക് വേണ്ടി വില കൊടുത്തത്. ഇനി പള്ളിയല്ല കാഹളം ഊതാൻ പോകുന്നത്, പള്ളിയല്ല മധ്യാകാശത്തിൽ വന്ന് നമ്മളെ കൊണ്ടുപോകാൻ പോകുന്നത്, പള്ളിയുടെ ലിസ്റ്റിൽ പേര് നോക്കിയിട്ടല്ല യേശു നമ്മളെ മുകളിലോട്ട് വിളിക്കാൻ പോകുന്നത്, പള്ളിയിൽ നിന്ന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് തന്നിട്ടല്ല നമുക്ക് പ്രതിഫലമോ കിരീടമോ തരാൻ പോകുന്നത്. ഇതിൻ്റെ സകലത്തിൻ്റെ, ഹൃദയത്തിൻ്റെ ചിന്ത ഉൾപ്പെടെ സകലത്തിൻ്റെ കണക്ക് മേളിലുണ്ട്. എന്തുദ്ദേശം വെച്ചിട്ടാണ് എന്ത് പ്രവൃത്തി ചെയ്തതെന്ന് കൃത്യമായിട്ട് ദൈവത്തിനറിയാം. സ്വോത്രകാഴ്ച കൂടുതൽ കൊടുത്തത് പേര് വരാനാണെങ്കിൽ തീർച്ചയായിട്ടും അതും ദൈവത്തിനറിയാം. കൊടുക്കാതിരുന്നത് ഇല്ലായ്മ കൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും അതും ദൈവത്തിനറിയാം. ദൈവത്തിന് സ്വാഗതം. യേശുക്രിസ്തു നമുക്ക് കാണിച്ചൊരു മാതൃകയുണ്ട്. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി യേശു സ്വർഗത്തിൽ നിന്ന് വരുമ്പം ചെയ്ത ഒരു വസ്തുതയെക്കുറിച്ച് പറയുന്നുണ്ട്. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. തന്നെത്താൻ ഒഴിച്ചു. കൊലോസ്യലേഖനത്തിൽ പറയുന്ന 2-ാം അധ്യായത്തിൽ പറയുന്നൊരു വാക്യമാണ്. തന്നെത്താൻ ഒഴിച്ചു. മനസ്സിലായോ? ഈ യേശുവിനെ വെളിപ്പെടുത്തണമെങ്കിലും നമുക്ക് ആദ്യം എന്തോ വേണം? തന്നെത്താൻ ഒഴിക്കണം. എനിക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ യേശുവിനെ അകത്തോട്ട് കയറ്റാനും ഒക്കത്തില്ല, ഈ യേശുവിനെ കുറിച്ച് പറയാനും ഒക്കത്തില്ല. എനിക്കെൻ്റെ പള്ളി ഉണ്ടെന്ന് തോന്നിയാൽ പിന്നെ സത്യം അകത്തോട്ട് പോകത്തില്ല. അതാണ് ഈ മാതാപിതാക്കൾക്ക് പറ്റിയത്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ സുവിശേഷത്തിൽ
7 അത്ഭുതങ്ങളെക്കുറിച്ചാണ് യേശു ചെയ്തതായിട്ട് പറഞ്ഞേക്കുന്നത്. ഓരോ അത്ഭുതത്തിനും യേശുവിൻ്റെ ഒരു ഞാൻ എന്താകുന്നു എന്ന് യേശു പറഞ്ഞ വാക്യങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇവിടെ കണ്ണു തുറന്നത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് ഏത് വാക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഈ അധ്യായത്തിൻ്റെ തന്നെ 6-ാം വാക്യം വായിച്ചാൽ അറിയാൻ തോന്നും. 9 അല്ല, അതല്ല, 5 അതെ മതി, മനസ്സിലായോ? ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് യേശു പറഞ്ഞ ആ വാക്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അത്ഭുതമാണ് ഇവിടെ യേശു പ്രവർത്തിക്കുന്നത്. ഈ കണ്ണ് തുറക്കുന്ന ശരീരത്തിന്റെ പ്രശ്നത്തെക്കുറിച്ചല്ല യേശു നേരിടാൻ ശ്രമിക്കുന്നത്, മറിച്ച് യേശു എന്ന വെളിച്ചം ലോകത്തിലേക്ക് എത്തിക്കുന്നതിനെ കുറിച്ചാണ് യേശു നമ്മോട് പറയാൻ ശ്രമിക്കുന്നത്. ഈ ശിഷ്യന്മാർക്കും മാതാപിതാക്കൾക്കും ആ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു കൂട്ടത്തിനും എന്തില്ല? വെളിച്ചമില്ല. ഇവൻ ആരോടെല്ലാം സാക്ഷ്യം പറഞ്ഞു എന്നറിയാം? അവന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, പരീശന്മാരോട് പറഞ്ഞു, മാതാപിതാക്കളോട് പറഞ്ഞു, ശത്രുക്കളോട് വരെ പറഞ്ഞു. ഈ ഒരൊറ്റയാൾ സകലർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവർ പിന്നെയും ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. പരീശന്മാർ ആവർത്തിച്ച് ചോദിക്കുന്നു. അവസാനം സഖികെട്ടവൻ പറഞ്ഞു, നിങ്ങൾക്ക് അവന്റെ ശിഷ്യനാകാൻ മനസ്സുണ്ടോ? എനിക്ക് തോന്നുന്നു അവരെ ചൊടിപ്പിക്കാൻ വേണ്ടി ചോദിച്ചാന്ന്. അപ്പോഴത്തേക്ക് അത് സംഭവിക്കുകയും ചെയ്തു. അവർ അതോടെ ചോദ്യം നിർത്തുകയും ചെയ്തു. ഇനി അവനോട് ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞാൽ അവനെ പിന്തിരിപ്പിക്കാൻ കഴിയുമെന്ന് അവർക്ക് കഴിയത്തില്ല എന്ന് അവർക്ക് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. യേശു ഓരോ തവണയും നമുക്കറിയാം, ലാസറിന്റെ ഉയർപ്പിനെ കുറിച്ച് പറയുന്നത് യോഹന്നാന്റെ പുസ്തകത്തിൽ പറഞ്ഞു. അവിടെ ആ സ്ഥലത്ത് തന്നെ യേശു പറയുന്നുണ്ട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. ഇത് പറഞ്ഞിട്ട് അതിന്റെ ഡെമോൺസ്ട്രേഷൻ അപ്പോൾ അത് കഴിഞ്ഞ് യേശു ചെയ്യുന്നു. ഇനി 8-ാം അധ്യായം അവസാനിക്കുമ്പോൾ നമുക്കറിയാം യേശുവുമായിട്ട് അവർ ചെറിയ തർക്കം ഉണ്ടായിട്ട്. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പിശാചിന്റെ മക്കൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ തിരിച്ച് യേശുവിനോട് ചോദിച്ചു, നിന്റെ അപ്പനാരെന്ന്. അവർ പരിഹാസ രൂപേണ തന്നെ ചോദിച്ചു. വേദോത്സവത്തിൽ വളരെ ഇച്ചിരി ഭംഗിയായിട്ട് അത് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അവസാനം, സംഭാഷണത്തിന്റെ അവസാനം അവനെ എറിയുവാൻ കല്ലെടുത്തു. അതിനെ തുടർന്ന് 9-ാം അധ്യായം തുടങ്ങുന്ന തന്നെ ഇംഗ്ലീഷിൽ തുടങ്ങുന്ന ആൻഡ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ മുമ്പത്തെ അധ്യായത്തിന്റെ തുടർച്ചയായിട്ടുള്ള സംഭവമാണ്. അവിടെ നിന്ന് യേശു പോകുന്ന വഴിയിലായിരിക്കണം ഈ ആളിനെ കാണുന്നത്. ആ ചേറിൽ തന്നെ എന്തുണ്ടാക്കി? യവനെ സൗഖ്യമാക്കാനുള്ള മരുന്നുണ്ടാക്കി. അവരെ എറിയുവാനെടുത്ത കല്ല അവിടുന്ന് ഇവന്റെ സൗഖ്യം വരിക. സൃഷ്ടാവിന്റെ പ്രത്യേകതയാണ്. ദൈവത്തിന് സ്തോത്രം. 3 വ്യത്യസ്ത തലങ്ങളിൽ യേശു അന്ധതയെ സൗഖ്യമാക്കി. നമ്മുടെ അന്ധതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി. തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും ദൈവസന്നിധി ചെല്ലുമ്പോൾ മനസ്സിലാകേണ്ടത്, നമ്മളെക്കുറിച്ച് ഉണ്ടായിരിക്കേണ്ട ഒരു ബോധ്യം, നമ്മളിൽ ഒന്നുമില്ല. നമ്മൾ ഏറ്റവും അവസാനം ഇപ്പോൾ പറഞ്ഞു കേട്ടതുപോലെ നമുക്ക് നീതിപ്രവർത്തികളൊന്നും ഇല്ല എന്നുള്ളൊരു ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ട് പലപ്പോഴും നമ്മൾ ദൈവത്തോട് ആർഗ്യൂ ചെയ്യാറുണ്ടായിരിക്കാം. ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ. മാനുഷികമാണ്. തീർച്ചയായിട്ടും ദൈവം മുമ്പിൽ വിലപ്പോകുന്നതല്ല, ദൈവം മുമ്പിൽ കൊള്ളാകുന്നതല്ല. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു കാര്യം മാറ്റി നിർത്തി യേശു ക്രിസ്തു തന്നെത്താൻ ഒഴിച്ചതുപോലെ നമുക്ക് പിന്നെ ഒഴിക്കാനൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ഏതാണ്ട് ഉണ്ടെന്നൊക്കെ. യേശു ക്രിസ്തുവിന് ഒഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ മനസ്സിൽ നിന്നുള്ള കുറച്ച് ഗ്യാസ് മാത്രമേ ഉള്ളൂ. നമ്മൾ സ്വയം കയറ്റി വെച്ചേക്കുന്ന ഞാൻ എന്തൊക്കെയാണെന്നുള്ള ആ ഒരു ഗ്യാസ്, ഈ ഗ്യാസ് മാത്രം ഒഴിച്ചാണ്, വേറെ കാര്യമായിട്ടൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മെ വിളിച്ചത് നാം കേട്ടതുപോലെ ഒരു സാക്ഷ്യത്തിനായിട്ടാണ്.
ഇത് പ്രത്യേകിച്ച് നമ്മൾ ഇതിനായിട്ട് ഒത്തിരി മെനക്കെട്ടില്ലെങ്കിലും നമ്മുടെ വിശ്വസ്തതയിൽ നിൽക്കാന്നുണ്ടെങ്കിൽ ഇത് ഭംഗിയായിട്ട് അങ്ങ് കാണാം. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരാളിനെ കുറിച്ച് നോക്കിയാൽ ഈ സൗഖ്യമായ അന്ധന് അവന് ഉള്ള കാര്യം അതുപോലെ അവൻ സംസാരിച്ചുകൊണ്ടേയിരുന്നു. ആദ്യം പറഞ്ഞു അവൻ ആളിനെ അറിഞ്ഞൂടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ ആളിനെ അറിയാവുന്നതായി. മനസ്സിലായില്ലേ? ആദ്യം പേരൊക്കെ പറഞ്ഞ് അവൻ സംസാരിക്കുന്നത്. യേശു എന്ന ഒരാൾ എന്നെ സൗഖ്യമാക്കി. അതുകൊണ്ട് എന്തു പറ്റി? അവനോട് എതിർത്തുന്ന അല്ലെങ്കിൽ യേശുവിനോട് എതിർത്ത് നിന്ന സകലരോടും സാക്ഷ്യം പറയാൻ അവന് കഴിഞ്ഞു. മനസ്സിലായോ? അതല്ല നമ്മളെ ഇതിനൊരു ഉപായം നിരൂപിച്ചാണ് ചെയ്യാൻ ശ്രമിച്ചതെങ്കിൽ ചിലപ്പോൾ ഇത്രയും വിജയകരമായിട്ട് നടക്കത്തില്ല. ഇതാണ് നമുക്ക് ദൈവസേനയിൽ ഉണ്ടായിരിക്കേണ്ട ഒരു വസ്തുത. നമ്മളൊരു ഉപായത്തിലോ ഒരു വ്യവസായമായിട്ടോ ഒന്നും വരുത്തി തീർക്കാൻ ശ്രമിക്കരുത്. എന്നാൽ നമ്മളിത് ഹൃദയത്തിൽ നിന്ന് ചെയ്യാൻ ശ്രമിക്കണം. നീതിബോധത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഇന്നത്തെ കാലത്ത് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ, നാം ഒരു പൊതുസ്ഥലത്ത് വന്നാൽ അവിടെയുള്ള ഏറ്റവും പ്രശ്നമുള്ള ഒരു സ്ഥലം തന്നെ ഞാൻ പറയാം, എല്ലാ കുട്ടികളെയും രക്ഷകർത്താവ് ഞാനാണെന്നുള്ള ബോധ്യം നമുക്കിന്നില്ല. എൻ്റെ കുട്ടിയുടെ മാത്രം രക്ഷകർത്താവ് ഞാനാണ്. ഭക്ഷണമേശയിലൊക്കെ വരുമ്പോൾ അത് വളരെ നന്നായിട്ട് മനസ്സിലാവും. ഉദാഹരണമൊക്കെ പറഞ്ഞാൽ ഭംഗിയല്ല, അതുകൊണ്ടാണ്. പൊതുസ്ഥലത്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. പ്രത്യേകിച്ചും നമ്മുടേതായ ഫെലോഷിപ്പുകളിലെങ്കിലും നാം എല്ലാ കുട്ടികളുടെയും രക്ഷകർത്താവാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരിക്കണം. അവരെ ശാസിക്കാനുള്ള ധൈര്യം നമുക്കുണ്ടായിരിക്കണം. അവരപ്പൻ എന്ത് ചിന്തിക്കുമെന്നല്ല, നമ്മുടെ അപ്പൻ എന്ത് ചിന്തിക്കുമെന്ന ബോധ്യം ഉണ്ടായിരിക്കണം. ഇവരുടെ ചിന്തയോ ഇവരെന്തെങ്കിലും പറഞ്ഞാലോ നമുക്കൊരു വിഷയമല്ല. ഹൃദയപൂർവ്വമാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ ഇവിടെ നടക്കുന്നതൊന്നും കാര്യമല്ല. മറിച്ച് അപ്പന് തെറ്റിയാൽ നമ്മളിവിടെ എന്ത് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൻ്റെ ഇഷ്ടം മാറരുത്. ഇവിടെയാണ് നമുക്കൊരു നീതിബോധം ഉണ്ടായിരിക്കുന്നത്. നമ്മളെ ഏൽപ്പിക്കുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങളിലും ഞാൻ ഒത്തിരി ആലോചിച്ച ഇത് പറയണ വേണ്ട. എന്നെ ഒരു ഭക്ഷണം വിളമ്പാനാക്കിയെന്നിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളൊരു ഭക്ഷണമാണ്. തികയാൻ ഇച്ചിരി പാടാണ്. പക്ഷേ ഞാൻ കാര്യമായിട്ടൊന്ന് വിചാരിച്ചാൽ അവസാനം ഞാൻ കഴിക്കാതിരിക്കുമ്പം ഇച്ചിരി അധികം വരും. ആരും അറിയാൻ സാധ്യതയില്ലാത്ത ഒരു അവിശ്വസ്തത. നമ്മൾ ലളിതമായിട്ടല്ല പലതും ചിന്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നേച്ചറിൽ ആ വിശ്വസ്തത ഉണ്ടായിരിക്കണം. നമ്മൾ ഓരോ പ്രവൃത്തിയിലും വിശ്വസ്തത കണ്ടെത്താൻ ശ്രമിക്കാതെ, വിശ്വസ്തത എന്ന് പറയുന്നത് അല്ലെങ്കിൽ നീതിബോധം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ആ രൂഢമൂലമാകാൻ നമ്മൾ ശ്രമിക്കണം. ദൈവവചനത്തിന് അവസരം കൊടുത്താൽ മതി. ഇത് ഓരോ സമയത്തും നമുക്ക് ബോധ്യം തന്നുകൊണ്ടേയിരിക്കും. ആ ദൈവവചനം തരുന്ന പരിശുദ്ധാത്മാവ് തരുന്ന ഓരോ പ്രേരണയ്ക്കും ഒത്ത് നിങ്ങൾ അങ്ങ് പ്രവർത്തിച്ചുകൊണ്ടാൽ മാത്രം മതി, ഒരു നിഷ്കളങ്കനെ പോലെ. ഇതെങ്ങനെ ഞാൻ തിരിച്ചറിയുന്നൊന്നും ആരും ഭാരപ്പെടുകയൊന്നും വേണ്ട. വചനം അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു പ്രയാസവും ഉണ്ടാകത്തില്ല. നമുക്ക് അന്നേരം വ്യാജമായ സ്നേഹം ഉണ്ടാകത്തില്ല. പക്ഷാഭേദമുള്ള സ്നേഹം നമുക്കുണ്ടാകത്തില്ല. പഠിക്കുന്ന കുട്ടിയെ കൂടുതൽ സ്നേഹിക്കുകയും പഠിക്കാത്ത കുട്ടിയെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഉണ്ടാകത്തില്ല. പാപം ചെയ്യുന്ന കുട്ടിയെ സ്നേഹിക്കാതിരിക്കുകയും വിശുദ്ധനായിട്ട് അഭിനയിക്കുന്ന കുട്ടിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഉണ്ടാകത്തില്ല. ഇതെല്ലാം അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ഒക്കെ ഒരേപോലെ പോകേണ്ടതാണ്. അവിടെ ഒരേപോലത്തെ ഒരു നീതിബോധമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. അവർക്ക് നമ്മളോടുള്ള അപ്രോച്ച് എപ്പോഴും ഒരേപോലെ നിൽക്കാൻ വേണ്ടി നമ്മുടെ സ്വഭാവം അതുപോലെ നീതിബോധമുള്ളതും യൂണിഫോമായിട്ട് നിലനിൽക്കുന്നതുമായിരിക്കണം. അത്ര എളുപ്പമൊന്നുമല്ല.
ഈ വീട്ടിൽ ആരും എഴുന്നേൽക്കില്ല, രാവിലെ ഇച്ചിരി നേരത്തെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തോണെങ്കിൽ ഒരു കാരണമില്ലാതെ കുറച്ചധികം സമയം, കാരണമില്ലാതെന്നും പറയാൻ പറ്റില്ല, എനിക്ക് തോന്നിയ കാരണങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, ഒരു മണിക്കൂറോളം നിലനിൽക്കുന്ന ഒരു ദേഷ്യം എൻ്റെ മനസ്സിലുണ്ടായി. ഇത്തിരി സമയം എടുത്ത് ഞാൻ അതിനകത്തുനിന്ന് മാറിക്കിട്ടെ. ആരും ഇല്ലാതിരുന്നുകൊണ്ട് കയ്യിലിരുന്ന ഒരു സാധനം വലിച്ചെറിയവരെ ചെയ്തു. എനിക്ക് നന്നായിട്ട് അറിയാം. കാര്യം നമ്മുടെ ഉള്ളിൽ വികാരം നമ്മളെ ഭരിച്ചാൽ ദൈവവചനം സംസാരിക്കാൻ പറ്റത്തില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. കാര്യം അതിനകത്ത് നമ്മുടേതായ വിഷം അതിനകത്ത് കയറിപ്പോവും. നമ്മുടെ ഉള്ളിൽ നമ്മുടേതായിട്ടുള്ള ഇങ്ങനെയുള്ള വികാരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവവചനം നമ്മളിൽ നിന്ന് ശരിയായിട്ട് പുറത്തു പോകത്തില്ല. ഒരാളോടും പ്രത്യേകമായ ഒരു വികാരവും ഇല്ലാതെയായിരിക്കണം ദൈവവചനം സംസാരിക്കാൻ പ്രത്യേകിച്ച് നമ്മൾ നിൽക്കണം. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലെ നിൽക്കും. ദൈവത്തിന് സ്വാഗതം. ഞാൻ ഈ വ്യക്തിയിലേക്ക് വീണ്ടും മടങ്ങി വരിക. നമ്മുടെ ചുറ്റും നടക്കുന്ന ഓരോ സാഹചര്യങ്ങളിലും നമുക്കുണ്ടായിരിക്കേണ്ട ഒരു ചിന്താഗതി ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായിട്ട് ആണ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ ദൈവനാമം മഹത്വപ്പെടുവാൻ ചില സമയത്ത് ചില അത്ഭുതങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. ഞാനിന്ന് ചിന്തിച്ച ഒരു കാര്യം കൊണ്ട് നിങ്ങളെ പ്രാർത്ഥനയ്ക്കായിട്ട് നിങ്ങൾ മുമ്പ് ഉപയോഗിക്കുക. കാര്യം പ്രാർത്ഥനയ്ക്ക് കാര്യങ്ങൾ വയ്ക്കണം എന്ന് തീർച്ചയായിട്ടും പൗലോസ് നമ്മൾ പറഞ്ഞതുകൊണ്ട് അതിനെക്കുറിച്ച് ചില ബോധ്യങ്ങൾ എനിക്ക് പ്രത്യേകിച്ച് ഇന്നലെ ഞങ്ങൾ അവിടെ വചനം സംസാരിക്കുമ്പോൾ ഉണ്ടായതുകൊണ്ടും, കാരണം നമ്മുടെ സഹോദരങ്ങളൊക്കെ പ്രാർത്ഥനയെക്കുറിച്ച് പ്രത്യേകിച്ച് ശ്രദ്ധ ചെയ്ത് സംസാരിച്ചു. ആ സമയത്ത് ഉണ്ടായ ബോധ്യത്തിൽ ഞാൻ പറയുകയാണ്, നമുക്ക് നമ്മുടെ സഭയുടേതായ ഒരു പ്രവർത്തനം മുന്നോട്ട് പോകാൻ ഒരു പ്രാർത്ഥന വേണം. അത്യാവശ്യമായിട്ട് ഞാനൊരു കാര്യം ഫലമേൽപ്പിക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള പ്രത്യേകിച്ച് സഹോദരിമാരുടെ ആരോഗ്യത്തെക്കുറിച്ച് നമുക്കൊരു പ്രാർത്ഥന ഉണ്ടായിരിക്കണം. കാരണം നമ്മുടെ പ്രാർത്ഥനയുടേതും മറ്റ് പ്രവർത്തനത്തിൻ്റെതുമായ കോൺസെൻട്രേഷൻ അങ്ങോട്ട് മാറത്തക്കവണ്ണം ഉള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഒന്നിലധികം സ്ഥലങ്ങൾ. അങ്ങനൊരു സാധ്യത ഇനി ഇവിടെ വേണ്ട. നമ്മുടെ സഹോദരങ്ങൾ ഓരോരുത്തരും ആരോഗ്യത്തോടെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച് ഈ ലോകത്ത് ജീവിച്ച് അവരുടെ ജീവിതം തീർക്കേണ്ടവരാണ്. ഇനി അതിലൊരു ദൈവമഹത്വം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അത് തുടർമാനമായിട്ട് അധികം പേരിലേക്ക് വരുന്നത് അത്ര ഒരു സന്തോഷകരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമാണ്, നാം വ്യത്യസ്തമായി ചില കാര്യങ്ങൾ ചില ചിന്താഗതികളിലൂടെ മുമ്പോട്ട് പോകുന്ന ഒരു കൂട്ടായ്മയാണ്. ഈ ചിന്താഗതി ഇനി മറ്റനേകരിലേക്ക് എത്തിക്കേണ്ട ഒരു ആവശ്യമാണ്. കാരണം യുവജനതയെ ദൈവസഭയ്ക്ക് നഷ്ടപ്പെടുന്നു എന്ന് നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാം. ചിലരൊക്കെ തിരിച്ചറിഞ്ഞ് ചില മാറ്റങ്ങൾ വരുത്തി തുടങ്ങിയിട്ടുണ്ട്. നല്ലതാണ്. തീർച്ചയായിട്ടും ഈ മാറ്റങ്ങൾ ഇനിയും വരണം. നമ്മളെ ചില പരിഹസിക്കുന്നവരുണ്ടായിരിക്കാം, ഉണ്ടായിക്കോട്ടെ. ഞാൻ ഇത്രയും കാലവും അങ്ങനെ ഒതുങ്ങിയത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ടാണ്, നമുക്ക് വരുന്ന എതിർപ്പുകളെ ഒഴിവാക്കാം എന്ന് വിചാരിച്ചാണ്. പക്ഷെ അത് ശരിയായൊരു പ്രവണതയല്ല. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയുള്ളൊരു പ്രാർത്ഥന നമ്മിൽ ആദ്യം ഉണ്ടാകണം. കാര്യം നമ്മുടേതായ പ്രവർത്തനം, നാം ശരിയായി പ്രവർത്തിക്കുന്ന രീതി മറ്റുള്ളവരിലേക്ക് എത്തണം എന്നുള്ളൊരു ചിന്താഗതിയും പ്രാർത്ഥനയും നമുക്ക് ആദ്യം ഉണ്ടാകണം. ഈ പ്രാർത്ഥന ഉണ്ടായി കഴിയുമ്പോൾ അതിനുള്ള പ്രവർത്തനം ദൈവം നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കും. നമ്മുടെ സ്വാഭാവികമായ യാത്രയിലൂടെ തന്നെ പോകുമ്പോൾ ഈ കാര്യങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കും. നമ്മളിപ്പോൾ കണ്ടതുപോലെ തന്നെ യേശുക്രിസ്തു പോകുന്ന വഴിയിലാണ് ഒരു ദൈവപ്രവൃത്തിക്കായിട്ടുള്ള ഒരു സംഗതി കാണുന്നത്. ശിഷ്യന്മാരെയും പരീശന്മാരെയും ഒരുപോലെ അന്ധതയെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞ ഒരു അത്ഭുതം ചെയ്യുവാൻ അവരുടെ സാഹചര്യം ഉണ്ടായത് ഇങ്ങനെയാണ്. എന്നാൽ അതിന് തൊട്ടു മുമ്പോ യേശുക്രിസ്തുവിൻ്റെ സകല അസ്തിത്വത്തെയും ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള ഒരു വാഗ്വാദം നടന്ന് അവിടെ നിന്ന് ഒരു പരിധി വരെ പറഞ്ഞാൽ അപമാനിതനായിട്ട് പോകുന്നൊരു സന്ദർഭം. 8-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. അവസാനം ഒറ്റ വാക്ക് മാത്രമേ എന്ന് പറഞ്ഞാൽ, അബ്രഹാമിന് മുമ്പേ നീ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ യെസ് ഐ ആം എന്ന് പറയുമ്പോഴത്തേക്ക് അത് അവർക്ക് സഹിച്ചില്ല. അവൻ ദൈവതുല്യനാക്കി എന്നുള്ളത് കൊണ്ട് കല്ലെടുത്തിട്ട് എറിയാൻ തുനിഞ്ഞത്. അവിടെ നിന്നാണ് അവരുടെ മുമ്പിൽ കൂടെ നടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കടന്നു വന്നേക്കാം. പക്ഷേ അവിടെയും തൊട്ടടുത്ത് നമുക്ക് ദൈവത്തിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തി കാണാൻ കഴിയണം. പടകിനെ മുക്കിക്കളയുവാനുള്ള കാറ്റും കോളും ഉണ്ടാകുമ്പോൾ
അത് സാരമില്ല. പക്ഷെ അത് കഴിയുമ്പോൾ നമ്മളൊരു ദൈവപ്രവൃത്തി കാണണം. ഒന്നിനു പുറകെ ഈ പ്രശ്നങ്ങൾ മാത്രം കാണേണ്ടവരല്ല നമ്മൾ. ആ ഓരോ പ്രശ്നങ്ങൾക്കപ്പുറത്തും ഒരു ദൈവമഹത്വം കാണേണ്ടവരാണ് നമ്മൾ. ഈ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നം നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദൈവ പ്രവൃത്തിക്കാണ്, ഒരു ദൈവ മഹത്വത്തിനായിട്ടാണ്. ആ മഹത്വവും കൂടി നമുക്ക് കണ്ടേ തീരൂ. ഇതിനായിട്ടൊരു ആഗ്രഹവും പ്രാർത്ഥനയും നമുക്കിന്നും ഉണ്ടാവണം. ദൈവത്തിന് സ്വാഗതം. സഭയിലുള്ള ഒരു ചെറിയ ഒരു ചെറിയൊരു ഒരു തിരിച്ചറിവുകൾ അല്ലെങ്കിൽ അതിനെ കുറിച്ചുകൂടെ ഞാൻ പറഞ്ഞിച്ചു അവസാനിപ്പിക്കാം. 34 വാക്യം അശോക്. അവർ അവനോട് നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ, നീ ഞങ്ങളെ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കി. ദൈവത്തിന് സ്വാഗതം. നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ. അവൻ പാപം ചെയ്തെങ്കിൽ ആരോടാ പാപം ചെയ്തേ? ദൈവത്തോട്. അങ്ങനാണെങ്കിൽ അത് വിധിക്കേണ്ടതാരാ? ശിക്ഷിക്കേണ്ടതും ദൈവമാണ്. ഇത്രയും തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. നമ്മളെക്കുറിച്ചല്ല, തൊട്ടടുത്തിരിക്കുന്നവനെ കുറിച്ച്. ഇന്നലെ പാപിയായിട്ട് കണ്ടവനെ കുറിച്ച്, ഇന്നലെ നമ്മൾ ഒരിക്കലും കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ട ആളിനെ കുറിച്ച്. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, സമ്മതിച്ചു. പക്ഷേ നമ്മൾ ഉദാഹരണത്തിന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു ബംഗാളി ഒരു തെറ്റ് ചെയ്യുന്നാണ്ട, ഓക്കെ ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാലും പറയൂ. ഓരോ രാജ്യത്തിനും അതിൻ്റെതായ പോലീസുകാരുണ്ട്, അതിൻ്റെതായ ന്യായാധിപതികളുമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവരാജ്യത്തിനും എന്തോ ഉണ്ട്, അതിൻ്റെ പോലീസുകാരും ഉണ്ട്, ന്യായാധിപതിയുണ്ട്, നീതിപീഠമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് ഏറ്റെടുക്കണ്ട. ചിലപ്പോൾ അത്യാവശ്യം നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ദൂതറിയിക്കും, നീ ചെന്നൊന്ന് പറ, നീ അറസ്റ്റിലാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നീ ശിക്ഷയിലാകാൻ സാധ്യതയുണ്ട്, നീ ഒന്ന് ചെന്ന് പറയാൻ പറ. ഇത് മാത്രം വിശ്വസ്തമായിട്ട് അങ്ങ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും ദൈവസ്നേഹത്തിൽ നമ്മൾ നിൽക്കാമെന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ ഇതുപോലെ ദൈവത്തിൻ്റെ ആലോചന ഫലമേൽക്കും. ആ വിശ്വസ്തത എന്ന് പറഞ്ഞാൽ എപ്പോഴും തീരുന്ന, ഫലമേൽപ്പിക്കുന്നവരെ കൊണ്ട് തീരുന്നതല്ല. ഈ ദൂത് പറഞ്ഞ് അതിൻ്റെ ആക്ഷേപവും പരിഹാസവും തിരിച്ചുള്ള എന്താണെന്ന് വെച്ചാൽ അത് വാങ്ങിക്കുന്നത് വരെ ഉണ്ട് അതിൻ്റെ വിശ്വസ്തത. മനസ്സിലായല്ലോ? അല്ലാതെ ഇത് കിട്ടുന്നത് വരെ അല്ല. നേരത്തെ ജോസോ പറഞ്ഞു, അത് ഞാൻ പിന്നെ ആവർത്തിച്ച. ദൈവത്തിന് സ്വാഗതം. ഈ ഒരു ബോധ്യം കൂടെ നമുക്കുണ്ടായിരിക്കണം. ദൈവം വിധിക്കേണ്ടവനെ ദൈവം വിധിച്ചോളൂ. നമ്മൾ ആരെയും വിധിക്കരുത്, ആരെയും ഒരു ഗ്രേഡിലാക്കരുത്. എന്ന് പറഞ്ഞാൽ നീ പാപത്തിൽ പിറന്നവൻ, അവനെ മൊത്തത്തിൽ അങ്ങ് പാപത്തിലാക്കി. എന്ന് പറഞ്ഞാൽ അവരെ പഴയ വേദപുസ്തകവുമായിട്ട് ബന്ധപ്പെടുത്തിയൊന്നുമല്ല, അവരുടെ സമൂഹത്തിലുള്ള ചിന്താഗതി വെച്ചിട്ട് അന്ധനാണോ, ജനിച്ചപ്പോഴേ അന്ധനാണോ, നീ പാപത്തിൽ പിറന്നു, ഞങ്ങള് വിശുദ്ധര്. ഓക്കെ, അവനെ പാപത്തിൽ പിറന്നത് വേണമെങ്കിൽ തത്വത്തിൽ ശരിയാണെന്ന് പറയാം. പക്ഷെ മറ്റത് ഒരു വിധത്തിൽ ശരിയല്ല. എല്ലാവരും എങ്ങനെ? എല്ലാവരും പാപം ചെയ്ത് ദൈവദയസില്ലാത്തവരായി തീർന്നു. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ നമുക്ക് തത്വത്തെ ശരി വയ്ക്കാം. പക്ഷെ രണ്ടാമത്തത് ഒരു വിധത്തിൽ ശരിയല്ല. രണ്ടാമത്തത് പറയുന്നവൻ ഒരിക്കലും ആദ്യത്തത് പറയാൻ പോലും യോഗ്യനല്ല. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാക്കി കാണുമല്ലോ. ദൈവത്തിന് സ്വാഗതം. നമ്മുടെ എല്ലാ അവസ്ഥയ്ക്കും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്ന് ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തും. ആ ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ദൈവനാമത്തിൻ്റെ മഹത്വം നമ്മളിലൂടെയും നമ്മളുടെ കൂടെയുള്ള ആൾക്കാരിലൂടെയും ഉണ്ടാകുന്നത് കാണാനുള്ള പ്രത്യാശ നമുക്ക് ഇന്നു മുതലുണ്ടാകണം. അതിനുവേണ്ടി ഒരു പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കണം. ചില പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ഞാൻ ഉറപ്പായിട്ടും പ്രത്യാശയോടെ തന്നെ പറയുകയാണ്, നിങ്ങൾ ആ പ്രശ്നത്തെ മറക്കുന്ന വിധം ദൈവം സൗഖ്യമാക്കും. അത് എനിക്കുണ്ടായിരുന്നോ എന്ന് നാളെ നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ ചിന്തിക്കും, ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നല്ലോ എന്ന് നിങ്ങൾ മറക്കത്തക്ക വിധം ദൈവം ആ വിധത്തിൽ പ്രവർത്തിക്കുമെന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്വാഗതം. ഈ വചനങ്ങളെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു.